Hi everyone, all of you, welcome back to my channel. Calicut University 5th semester BSc Maths Basic Analysis എന്ന പേപ്പറിലെ ഓരോ ചാപ്റ്ററുകളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടുകൾ തിയറംസൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓർഡർ പ്രോപ്പർട്ടീസ് ഓഫ് ആർ അല്ലെങ്കിൽ റിയൽ നമ്പറുകളുടെ ഓർഡർ പ്രോപ്പർട്ടീസാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെർണൗളീസ് തിയറം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് കോഷീസ് ഇനീക്വാലിറ്റിയാണ്. അപ്പോൾ അത് ആ ഒരു തിയറം ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് n ബിലോങ്സ് ടു ക്യാപിറ്റൽ N ആൻഡ് A1 എക്സെട്ര AN അതുപോലെ B1 എക്സെട്ര BN ആർ റിയൽ നമ്പേഴ്സ്. ദെൻ A1 B1 പ്ലസ് A2 B2 പ്ലസ് എക്സെട്ര പ്ലസ് AN BN ഓൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് എക്സെട്ര AN സ്ക്വയർ ഇൻറ്റു B1 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ പ്ലസ് എക്സെട്ര BN സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഫംഗ്ഷൻ FR ടു R റിയൽ നമ്പറുകളിൽ നിന്നും റിയൽ നമ്പറുകളിലേക്കുള്ളൊരു ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നു. T ബിലോങ്സ് ടു R. T എന്ന് പറയുന്നത് Rലൊരു എലമെൻ്റ് ആണ്. F ഓഫ് T എന്ന് പറയുന്നത് A1 മൈനസ് T B1 സ്ക്വയർ പ്ലസ് A2 മൈനസ് T B2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് AN മൈനസ് T BN ഓൾ സ്ക്വയർ. ആ ഒരു അങ്ങനെയാണ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ ഇറ്റ് ഫോളോസ് ഫ്രം പാർട്ട് A ഓഫ് തിയറം 2. അതായത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇനീക്വാലിറ്റിയാണ് AI മൈനസ് TBI ഓൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ I ഈക്വൽ ടു 1 2 3 എക്സെട്ര N ആൻഡ് യൂസിങ് ഓർഡർ പ്രോപ്പർട്ടി ഓഫ് R നമുക്കറിയാം F ഓഫ് T ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ T ബിലോങ്സ് ടു R. അതായത് AI മൈനസ് BI ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ടേം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുമെന്നാണ്, അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കുമെന്നാണ് നമുക്ക് ഈ ഓർഡർ പ്രോപ്പർട്ടി കൊണ്ട് നമുക്കറിയാവുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ക്വയറുകളെ എക്സ്പാൻഡ് ചെയ്ത് നമുക്കറിയാം F ഓഫ് T എങ്ങനെയായിരിക്കും A മൈനസ് 2BT പ്ലസ് CT സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന ഫോമിലായിരിക്കും. അപ്പോൾ അതിൽ ക്യാപിറ്റൽ A എന്ന് പറയുന്നത് AIകളുടെ ടേമാണ് കേട്ടോ. AIS A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് എക്സെട്ര AN സ്ക്വയർ എന്ന് പറയുന്ന ടേമുകളിനെയാണ് ക്യാപിറ്റൽ A കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. B എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ B A1 ഇൻറ്റു B1 പ്ലസ് A2 ഇൻറ്റു B2 പ്ലസ് എക്സെട്ര AN ഇൻറ്റു B എന്ന് പറയുന്ന ആ ഒരു ടേമുകളെ B കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. C എന്ന് പറയുന്നത് B1കളുടെ എന്താണ് സ്ക്വയറുകളുടെ ആ ഒരു സ്ക്വയറുകളുടെ സീക്വൻസാണ്, അഡീഷൻ്റെ സീക്വൻസാണ്. അപ്പോൾ അങ്ങനെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് നമ്മളങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് നോൺ നെഗറ്റീവ് ഫോർ ഓൾ T ബിലോങ്സ് ടു R. ഇറ്റ് cannot have two distinct real root. therefore its discriminant ഈക്വൽ ടു അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് 2B ഓൾ സ്ക്വയർ മൈനസ് 4AC ഇറ്റ്സ് ഈക്വൽ ടു 4 ഓഫ് B സ്ക്വയർ മൈനസ് AC. 4നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേം B സ്ക്വയർ മൈനസ് AC ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ആ ഒരു ഫംഗ്ഷൻ ഒരിക്കലും നെഗറ്റീവ് ആവില്ല എന്നാണ് നമുക്ക് ഈ ഒരു ടേമുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കോൺസിക്വൻ്റ്ലി വി മസ്റ്റ് ഹാവ് B സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു AC വിച്ച് ഈസ് പ്രിസൈസ്ലി 3.6 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ BJ ഈക്വൽ ടു 0 ഫോർ ഓൾ J ഈക്വൽ ടു 1 2 എക്സെട്ര N. ദെൻ ഇക്വാലിറ്റി ഹോൾഡ്സ് in 3.6 for any choice of AJ. Suppose now that not all BJ equal to 0, J equal to 1 2 etc. N. It readily seen that if AJ equal to SBJ for some S belongs to R and all J equal to 1 2 etc. N, then both sides of equation equal to S square. അപ്പോൾ ആ ഒരു ഇക്വേഷനിലെ ടേമുകൾ എടുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ബോത്ത് സൈഡിലും S സ്ക്വയർ ഇൻറ്റു B1 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് BN സ്ക്വയർ ഓൾ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു B1ൻ്റെ വാല്യൂകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്ന് പറയുന്ന ഒരു തിയറാണ് കേട്ടോ. ഈ ഒരു തിയറത്തോടു കൂടി ഒരു ചാപ്റ്റർ എൻഡ് ചെയ്യാണ്. അടുത്ത വീഡിയോയിലൂടെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. തിയറം പറയുന്നത് ഇഫ് N ബിലോങ്സ് ടു ക്യാപിറ്റൽ N ആൻഡ് A1
a2, etc. an and b1, b2, etc. bn are real numbers. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു നേരത്തെ കൺസിഡർ ചെയ്തിട്ടുള്ളത് തന്നെയാണ് നമ്മളുടെ ഡൊമൈനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സെറ്റ് ഓഫ് ഓൾ a1 പ്ലസ് b1 ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an പ്ലസ് bn ഓൾ സ്ക്വയർ ഓൾ റേസ് ടു 1/2, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു സെറ്റ് ഓഫ് ഓൾ അഡീഷൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോൾ റേസ് ടു 1/2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an സ്ക്വയർ ഹോൾ റേസ് ടു 1/2 പ്ലസ് b1 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് bn സ്ക്വയർ ഹോൾ റേസ് ടു 1/2. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കോഷീസ് ഇനീക്വാലിറ്റിയുടെ മറ്റൊരു മോഡലാണ് കേട്ടോ ഈ ഒരു ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. അപ്പോൾ അവിടെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. bj 0 അല്ലാത്ത കേസിൽ അവിടെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും ആ ഒരു ഇക്വേഷനിൽ. അതായത് a1 = sb1, അതുപോലെ എക്സെട്ര an എന്ന് പറയുന്നത് sbn എന്നുള്ള എസ് ആയിട്ട് ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ നമ്പറിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇനീക്വാലിറ്റിയുടെ പ്രൂഫാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ aj പ്ലസ് bj ഓൾ സ്ക്വയർ ഈക്വൽ ടു നമുക്കറിയാം a പ്ലസ് ബി ഓൾ സ്ക്വയർ നമ്മൾ വിപുലീകരിച്ചാൽ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ ആയിരിക്കും. അതായത് നമ്മളവിടെ ആ ഒരു aj സ്ക്വയർ പ്ലസ് 2aj bj പ്ലസ് bj സ്ക്വയർ ആയിരിക്കും. അതുപോലെ j എന്ന് പറയുന്നത് 1 to n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള കോഷീസ് ഇനീക്വാലിറ്റിയിൽ കേസിൽ നമ്മൾ a b c എന്ന് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ബി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ac ആയിരിക്കും. അതായത് b ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ac ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു a സ്ക്വയർ ഇതിൽ നമ്മൾ a പ്ലസ് 2b പ്ലസ് c എന്നുള്ള ആ ഒരു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a പ്ലസ് 2 റൂട്ട് ac പ്ലസ് c. അതായത് അതെന്താണ്, റൂട്ട് a പ്ലസ് റൂട്ട് c ഓൾ സ്ക്വയർ ആണ്. അതായത് ഹെൻസ് യൂസിങ് ദിസ് ഫാക്റ്റ് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ഇംപ്ലൈസ് റൂട്ട് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് b. വി ഹാവ് a പ്ലസ് b ഓൾ സ്ക്വയർ പ്ലസ് a1 പ്ലസ് b1 ഓൾ സ്ക്വയർ പ്ലസ് a2 പ്ലസ് b2 ഓൾ സ്ക്വയർ എക്സെട്ര an പ്ലസ് bn ഓൾ സ്ക്വയർ ഓൾ റേസ് ടു 1/2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് a പ്ലസ് റൂട്ട് c ആയിരിക്കും അല്ലേ. അപ്പം ആ ഒരു പവർ നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറ്റും, റൂട്ടായിട്ട് മാറ്റും. അപ്പോൾ അതാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എ ബി സി എന്നുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അതായത് ഈ ഒരു ഇനീക്വാലിറ്റി, ട്രയാങ്കിൾ ഇനീക്വാലിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പ്രൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രൂഫ് വരുന്നത്. അപ്പോൾ മറ്റ് ചാപ്റ്റേഴ്സ് നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം.